ഹായ് ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു കറിയും കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കറി, ഈ ഒരു കാലത്ത് അധികം വീടുകളിലൊക്കെ ഉണ്ടാവുന്ന കറിയാണ്. ചക്കക്കുരും തക്കാളി ഇട്ടിട്ടുള്ളൊരു കറി. ചക്കക്കാലായാൽ പിന്നെ നമുക്കൊക്കെ ചക്കക്കുരു ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ചക്കക്കുരു കൊണ്ട് പല പല വിഭവങ്ങൾ, ചക്കക്കുരു മുരിങ്ങയും, ചക്കക്കുരു മാങ്ങ, ചക്കക്കുരു മുരിങ്ങക്കായ, ചക്കക്കുരു പരിപ്പ്, അങ്ങനെ പലവിധ കറികളേക്കാരം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരും തക്കാളിയാണ്. മാങ്ങ ഇട്ട് വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, മാങ്ങ കിട്ടിയില്ല. കുറേ അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. എന്താ ചെയ്യുക? അപ്പോൾ വിചാരിച്ചു ചക്കക്കുരും തക്കാളി, ചക്കക്കുരു കളയണ്ടല്ലോ. ഒരു ചക്കൻ്റെ കുരുകളൊക്കെ ഉണ്ടായിരുന്നു, അത് പലവിധ കറികളും വെച്ചുകൊണ്ട് അങ്ങനെ തീർത്തു. ലാസ്റ്റ് വെച്ച ചക്കക്കുരു അങ്ങനെ എന്തെങ്കിലും ഒരു കറി ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. അങ്ങനെ ചക്കക്കുരു കഷ്ണമൊക്കെ ആക്കി അടുപ്പിൽ വെച്ച് വേവിച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് നല്ലോണം വേവിക്കാൻ വെച്ച്. അപ്പോൾ ഞാൻ അതിക്ക് വേണ്ട അരപ്പ്, കുറച്ച് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടി കൂട്ടി നല്ല പേസ്റ്റാക്കി അരയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പൊടിയുള്ള കുരുവായതുകൊണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച എന്താ പറയുക, തേങ്ങാ പേസ്റ്റ്. ഇങ്ങനെ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരും, ക്ഷമിക്കണേ. അങ്ങനെ അരപ്പയിലേക്ക് ഒഴിച്ച് ഏകദേശമൊക്കെ ആയി വരട്ടെ. എല്ലാവർക്കും അറിയുന്ന കറിയാണ്. ഞാനൊന്ന് വെച്ചപ്പോൾ വീഡിയോ ഇടലുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വേണ്ടേ, അങ്ങനെ ഞാനിത് വീഡിയോ ഒക്കെ വിചാരിച്ചു. അങ്ങനെ കറിയൊക്കെ ഏകദേശം ആയി. ഇനി അതിലേക്ക് നമ്മൾ വറ്റൽമുളകും ഇതൊക്കെ പൊട്ടിച്ചിടണം, കടുകൊക്കെ. പക്ഷേ വറ്റൽമുളക് ഇവിടെ ഇല്ല. ഞാൻ കടുകും കറിവേപ്പിലയും കൂടി കാച്ചിയിട്ട് അതിലൊഴിച്ച്. ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.